നമസ്കാരം. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധം, അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഇന്നിപ്പോൾ ദില്ലി CJPയുടെ നേതൃയോഗം കഴിഞ്ഞിരിക്കുന്നു. മുംബൈയിൽ അവരുടെ വാർത്താ സമ്മേളനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ ഇനി കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. ജനങ്ങളെ കേൾക്കാനായി അവർ തയ്യാറായി എത്തുകയാണ്. സർ, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ CJP എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം, അത് സംഘടനയാണോ, അത് രാഷ്ട്രീയ പാർട്ടിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമാണോ എന്നൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു ആൾക്കൂട്ടം ഉണ്ടായിരിക്കുന്നു. ഇത് ഇപ്പോഴത്തെ നമ്മുടെ BJP എന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാകുമോ? കുമാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് എന്താണെന്ന് ആർക്കും അറിയില്ല. ആർക്കും എന്ന് പറയുമ്പോൾ അതിൽ CJPക്കാരും വരും, അവർക്ക് തന്നെ അറിയത്തില്ല. മേ കോൺ ഹും എന്നുള്ള ഒരു അസ്തിത്വ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. ഐഡൻറ്റിറ്റി ക്രൈസിസിലാണ് അവർ. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഐഡിയയും ഇല്ല. കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാൽ നയിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. പുതുമഴയിൽ മുളച്ചു വരുന്ന കൂൺ പോലെയുള്ളൊരു പ്രസ്ഥാനമാണ് വസ്ത്രത്തിയത്. കൂൺ പാർട്ടി എന്ന് പറയുന്നതായിരിക്കും കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നതിനെ കാണുന്നത്. ഈ മഴയ്ക്ക് വന്നു കുരുത്ത തകരയില്ലേ, അടുത്ത മഴയ്ക്ക് അതങ്ങ് പോവുകയും ചെയ്യും, തകര പോലെ. ഇപ്പം തകരാറിലും കൂടെ ആയിരിക്കുക. അതാണ് വലിയൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം പഞ്ചാബ് പോലീസ് ഇതിനകത്ത് നുഴഞ്ഞു കയറി സമരപ്പന്തലിലുണ്ടായിരുന്ന 3 ISI ഭീകരന്മാരെയും അവരോടൊപ്പം പെട്രോൾ ബോംബുകളും കണ്ടെത്തിയിരിക്കുക. അവരുടെ ലക്ഷ്യം സമരത്തിനിടയ്ക്ക് പെല്ലറ്റുകളല്ല ഇവരാഗ്രഹിച്ചത്, ബുള്ളറ്റുകളാണ്. ബുള്ളറ്റുകൾ വരുന്ന സമയത്ത് പെട്രോൾ ബോംബ് വിതറി ഡൽഹി മുഴുവൻ, ഇന്ത്യ മുഴുവൻ കത്തിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ ഒരു വീക്ഷണം മാത്രമാണ്. എനിക്കതിന് ശരിയായിട്ടുള്ള ഒരു തെളിവൊന്നുമില്ല. ഗവൺമെൻറ് ഒരു ചുവട് പിന്നോട്ട് മാറിയത്. കാരണം പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ജന്തർ മന്ദറിൽ വാങ്ചുക്ക് സമരം പിൻവലിച്ചതിന് ശേഷം നടന്നു. വാങ്ചുക്കുമായിട്ട് ചർച്ച നടത്തിയിരുന്നു JP നദ്ദ. കാര്യങ്ങളെല്ലാം സമ്മതിച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ അംഗീകരിച്ചു. ന്യായമായിട്ടുള്ള പരിഹാരം ഉണ്ടായതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. പിന്നെ ഈ സമരം തുടർന്ന് ആർക്ക് വേണ്ടിയാണ്? ജിഹാദികൾക്ക് വേണ്ടി, IS ഭീകരന്മാർക്ക് വേണ്ടി, താങ്കൾ പറഞ്ഞ ഉമർ ഖാലിദിനെ പോലുള്ള കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി. പങ്കെടുത്തവരിൽ 2800 പേരോളം ക്രിമിനലുകളാണ്. ബലാത്സംഗ കേസുകൾ, പീഡനം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ ഞാൻ പറയുന്നു, ഈ CJP എന്ന് പറയുന്ന പ്രസ്ഥാനം അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും വലിയൊരു സേവനം ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തു. ഈ 2800 ക്രിമിനലുകളെ ഒരുപക്ഷേ അഥവാ നമ്മൾക്ക് പിടിക്കാൻ കഴിയാതെ വിദൂരങ്ങളിൽ ഒളിച്ചിരുന്ന ഇവരെയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ കുടക്കീഴിൽ കൊണ്ടുവന്നതുകൊണ്ട് അവരുടെ പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കാനും അവരെ അടുത്തു കിട്ടാനും എല്ലാമുള്ള ഒരു സാഹചര്യം ഡൽഹി പോലീസിനെന്ന പോലെ ഇന്ത്യയിലെ ഇൻ്റലിജൻസ് സംവിധാനത്തിനും പഞ്ചാബ് പോലീസിനും ഒക്കെ കഴിഞ്ഞു. പഞ്ചാബ് ഭരിക്കുന്നത് AAP ആണ്. ജനപിന്തുണ കുറഞ്ഞുവെങ്കിലും ആ AAPയുടെ പോലീസാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയാൻ പറ്റും? അമിത്ഷായാണോ അത് ചെയ്തത്? അമിത്ഷായാണ് പെല്ലറ്റ് പ്രയോഗിച്ചതെന്ന് പറഞ്ഞു. പെല്ലറ്റ് പ്രയോഗിക്കുന്നതിൻ്റെ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റിൻ്റെ അനുമതി മതി ഡൽഹി പോലീസിന്. അവരുടെ ആൾക്കാരെ കൊല്ലുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യണം? ഉമ്മ കൊടുക്കണോ വിദ്യാർത്ഥികൾക്ക്? കോടതി അതാണ് പറയുന്നത്. വളരെ തീക്ഷ്ണമായിട്ടുള്ള ക്രൈസിസുകളിൽ അത് ഉപയോഗിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കുട്ടികളെന്ന് പറയുന്ന ആളുകൾക്ക് ആ പ്രസ്ഥാനം എന്താണെന്ന് യാതൊരു ബോധ്യവും ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രസ്ഥാനത്തിന് ദൃഢമായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നുവെങ്കിൽ, ആശയദാർഢ്യം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നിരാഹാരം അനുഷ്ഠിച്ച് അവശ നിലയിലായിരുന്ന വളർമതിയെ വന്ന് കാണുമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുള്ളവരാണ് ഈ ആശാന്മാർ, ദീപ് കെ ഉൾപ്പെടെ. 1 കോടി രൂപയാണ് ഒരു മാസത്തെ പഠനത്തിൻ്റെ ചിലവ് ദീപ് കെയ്ക്ക് ഹൂസ്റ്റണിൽ. കേവലം 65,000 രൂപ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പൂനെയിലെ ശമ്പളം.
അദ്ദേഹം 1 കോടി എങ്ങനെ എന്നുള്ളത് ദുരൂഹമാണ്. അതും എല്ലാം അന്വേഷിച്ചറിയണമല്ലോ, സത്യം നമുക്കറിയണമല്ലോ. അപ്പോൾ ഇവരൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഇലീറ്റ് ക്ലാസ്സിനെയാണ്, പണക്കാരുടെ അപ്ലൈൻഡായിട്ടുള്ള ഉപരിധനവർഗത്തെയാണ് ഇവരെല്ലാം പ്രദാനം ചെയ്യുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ഇവരെല്ലാം പോയി ബിയർ കുപ്പികൾ പൊട്ടിച്ചിരുന്ന ഒരു വീട് ഇവരുടെ തന്നെ ഒരു സഖാവാണ്. 5 ലക്ഷം രൂപയാണ് മാസത്തെ വാടക കൊടുത്തിരുന്നത് ഡൽഹിയിൽ. 5 ലക്ഷം. അവിടെയാണ് ബിയർ കുപ്പികളൊക്കെ പൊട്ടിക്കാനും ആഘോഷിക്കാനും വാങ്ചുക്ക് നിരാഹാരം കിടന്നപ്പോൾ അവിടെ ആഘോഷം നടത്താനും ഉപയോഗിച്ചത്. അപ്പോൾ ഇതെന്തൊരു പ്രസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യത്തിന് വേണ്ടിയാണോ ഇവരിപ്പോൾ സമരം നടത്തിയിരുന്നത്? നമുക്കറിയാമല്ലത്, നമ്മുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ അത്. അവർ പറഞ്ഞിരുന്നത് റിട്ടയേർഡ് ആവുന്ന ജഡ്ജിമാർക്ക് ഒരു തൊഴിലും 20 വർഷത്തേക്ക് കൊടുക്കാൻ പാടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല. കൂറുമാറുന്ന ആൾക്കാർക്ക് ഒരു പാർട്ടിയിലും തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഈ മാതിരി വളരെ എല്ലാവരും നമ്മളെല്ലാം യോജിക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവസാനം അതെങ്ങനെ വന്നു? നീറ്റ് പരീക്ഷയിലേക്ക് മാറി. അപ്പോൾ അതുപോലെ ഞാൻ പറയാം, ഓരോന്നോരോന്നായിട്ട്. നോ പോസ്റ്റ് റിട്ടയർമെൻറ്റ് RS സീറ്റ്സ് ഫോർ റിട്ടയർഡ് CJ ചീഫ് ജസ്റ്റിസുമാർക്ക് കൊടുക്കരുത്. അക്കൗണ്ടബിലിറ്റി ഫോർ ഡെലീഷൻ ഓഫ് ലെജിറ്റിമേറ്റ് 50% റിസർവേഷൻ ഫോർ വിമൺ. അതല്ലേ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോവുകയാണ്. എന്ത് വരാൻ പോകുന്നത്? വനിതാ സംവരണത്തിന് വേണ്ടിയിട്ടുള്ള ആ മണ്ഡല വിഭജനം വരാൻ പോവുക, ഡീലിമിറ്റേഷൻ വരാൻ പോവുക. ആ മോദി സർക്കാരിനെ അത് തകർത്തുകാരാ കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന വനിതാ സംവരണത്തിൻ്റെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മീഡിയ ഹൗസസ് ഓൺഡ് ബൈ അംബാനി, അദാനി എന്നിവ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിരോധിക്കണം. എന്ത് ജനാധിപത്യവാദം! മാധ്യമ സ്ഥാപനങ്ങളെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ഫാഷിസം അല്ലേ അത്? അതുപോട്ടെ, അത് അവരുടെ അവിവേകം കൊണ്ടെന്ന് പറയാം. 20 year ബാൻ ഫോർ ഡിഫക്റ്റേഴ്സ്. കൂറുമാറുന്നവർക്ക് 20 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിശ്ചയിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ സമ്മതിക്കാം. പക്ഷേ നീറ്റ് പരീക്ഷ വേണ്ടി എന്താ ബന്ധം? വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്തെങ്കിലും ഒന്നും അടിസ്ഥാന പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പം നീറ്റ് പരീക്ഷയിൽ കുറേ ക്രമക്കേട് വന്ന് ഈ രാജ്യം മുഴുവൻ അതിൽ കലുഷിതമാണെന്നറിയാവുന്നതുകൊണ്ട് ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ തീ ഒന്ന് കത്തിക്കാൻ കുറച്ച് എണ്ണ കോരിയിടുകയാണ്, അല്ലെങ്കിൽ പെട്രോൾ കോരി ഒഴിക്കുകയാണ് അവർ ചെയ്തത്. വാസ്തവത്തിൽ അത് മാത്രമാണ് തരം നോക്കിക്കൊണ്ട്. അങ്ങനെ അതിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ജാർഖണ്ഡിൽ നടക്കുന്നത് ഈ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൽ വന്ന പാളിച്ച കൊണ്ട് വന്ന പ്രശ്നമാണല്ലോ. അവരിപ്പോൾ അസംബ്ലിയിലേക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. എത്ര നാളായി ഒരൊറ്റയാൾ ഈ കോക്രോച്ചിൻ്റെ അവിടെ പോയിട്ടുണ്ടോ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ PSCയുടെ ക്രൂരതകൾക്കിരയായ ആൾക്കാർ വളർമതിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തുന്നു. ഒരു വട്ടമെങ്കിലും പോയിട്ട് ഒരന്വേഷണം നടത്തിയിട്ടുണ്ടോ ഇന്ന് വരെ? എന്താത്മാർത്ഥത ഇവർക്കുള്ളത്? അപ്പോൾ ഈ കോക്രോച്ച് എന്ന് പറയുന്ന പ്രസ്ഥാനം കപട പ്രസ്ഥാനമാണെന്ന് വരുന്നു. പക്ഷേ അവർ ചെയ്ത സേവനം, അവരുടെ കൂട്ടത്തിൽ ക്രിമിനലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട്, ദേശദ്രോഹികളും വിഘടനവാദികളും അതുപോലെ തന്നെ ഭീകരന്മാരും ഉള്ളതുകൊണ്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരവസരം ഗവൺമെൻറ്റിന് സമ്മാനിച്ചു എന്നുള്ളതാണ്. ആ തരത്തിൽ ഞാൻ പറയുന്നത് RSSൻ്റെ B ടീമാണ് ഇന്ന് ഇവരെ പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ്. എന്തോ തോന്നുന്നു? അല്ല, പക്ഷേ ഈ കറക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രി ഇൻസ്റ്റയിൽ സജീവമാകുന്നു, മന്ത്രിമാരോട് ഇൻസ്റ്റയിൽ സജീവമാകാൻ നിർദ്ദേശിക്കുന്നു, RSS മേധാവി യുവജനങ്ങളെ ഇന്ന് കാണുന്നു. അപ്പോൾ ഇതൊരു കറക്റ്റീവ് മെഷേഴ്സ് ആണോ, അതോ BJPയുടെ ഒരു അവർക്കെതിരെയുള്ള എല്ലാത്തിനെയും നേരിടാനുള്ള ഒരുക്കങ്ങളായിട്ടാണോ? രാഷ്ട്രീയ നീക്കമാണ്. കാരണം എന്താണെന്ന് പറയുന്നത്, ഇന്ന് ഇന്ത്യയുടെ ഈ ഡെമോഗ്രഫിയുടെ ഒരു ശരാശരി ആയുസ്സല്ല ഞാൻ പറയുന്നത്, എത്രയാണെന്നറിയാമോ? 29. യുവഭാരതമാണ്, തരുൺ ഭാരതം. അതാണ് ഇന്ത്യ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അവരെ കൂടെ നിർത്തിയെങ്കിലേ പറ്റൂ. കുറേ പേരെങ്കിലും BJPയുടെ കൂടാണ് എല്ലാവരും. കാരണം ഈ പരിഷ്കാരങ്ങളും വികസനങ്ങളും പുതിയ വിദ്യാഭ്യാസ പദ്ധതിയും, നിങ്ങൾക്ക് ആഗോള തലത്തിലുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള പരിപാടി, PM ശ്രീ പദ്ധതി ഉൾപ്പെടെ, നിങ്ങളെ വിദേശത്ത് പോയി എവിടെയെങ്കിലും തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസമാണ്. അത്തരത്തിലുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഏതാ? നിങ്ങൾക്കൊരു വിഷയത്തിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറൊരു വിഷയം എടുത്ത് പഠിക്കാം.
മാറ്റിയില്ലേ വിദ്യാഭ്യാസ പദ്ധതി? പിന്നെ എന്ത് വിദ്യാഭ്യാസത്തിന് എന്താ കുഴപ്പമെന്ന് പറയുന്നത്? ഇതുവരെ ആരെങ്കിലും തയ്യാറായോ? രാഷ്ട്രീയ കലാശാലകളിലായിരുന്നു ഇതെല്ലാം. മാറ്റം ആത്മാർത്ഥമായിട്ട് ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് തന്നെ കൊണ്ടുവന്നു. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്തെല്ലാം പദ്ധതികൾ ഇവർ കൊണ്ടുവന്നു. സ്കില്ലില്ലെങ്കിൽ പണിയൊന്നും കിട്ടില്ല. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആൾക്ക് ലൈറ്റിൻ്റെ ഫ്യൂസ് കെട്ടാൻ പോലും അറിയില്ല. അതുപോരാ, സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടൂൺസിൻ്റെ ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് വന്നല്ലോ, അവരുടെ ഒരു സ്ഥാപനം. അവർ പറഞ്ഞത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഒറ്റ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റും ഇല്ല കേരളത്തിൽ. അപ്പോൾ അതിനൊക്കെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം. അത് കൊണ്ടുവന്ന ആരാ? വേറെ ഏത് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്? ഇവരാണ് കൊണ്ടുവന്നത്. കേരളത്തിൽ നടപ്പായിട്ടുണ്ടത്. അതിൻ്റെ ആദ്യത്തെ ബാച്ച് ഇപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഫലം നമുക്ക് കാണാം. അതുപോലെ തന്നെ 2047 വികസിത ഭാരതമാകുമ്പോഴോടുകൂടി ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന ആർക്കാ? യുവാക്കൾക്കാണ്. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവർ ഭൂരിപക്ഷമായതുകൊണ്ട് BJPക്കും അവരുടെ കീഴിൽ അടിയറവ് പറയേണ്ടി വരും. അപ്പോൾ ഈ രാജ്യത്തെ വയസ്സന്മാരൊക്കെ പിന്തള്ളപ്പെടേണ്ടവരാണോ? പരിഗണിക്കപ്പെടേണ്ട ആവശ്യമില്ലേ? ശിശുക്കൾ, കുട്ടികൾ, അതൊന്നും പരിഗണനാ വിഷയങ്ങളല്ല. യുവാക്കളിൽ മാത്രം അങ്ങനെ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, നിങ്ങൾക്ക് മൃഗീയ ഭൂരിപക്ഷം ഉണ്ടെന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം വെച്ച് ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ മതിയോ? അവർ പറയുന്നത് ആര് പറയുന്ന പിന്നെ കേൾക്കണ്ടാത്ത? വയസ്സന്മാർ പറയുന്നത് കേൾക്കണ്ടെന്നാണോ അതിനർത്ഥം? അവർ ഈ ചെറുപ്പമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? ഈ ചെറുപ്പക്കാരും നാളെ വയസ്സാവുകയെ. അതാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. സമഗ്രമായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. ഇവരുടെ കാര്യം കേൾക്കണമെന്ന് RSS പറഞ്ഞാലും BJP പറഞ്ഞാലും ഇവരുടെ കാര്യം മാത്രം കേൾക്കാനാണ് അത് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സാമൂഹികമായ അനീതി തന്നെയാണ്. അവരെയും ശ്രദ്ധിക്കണം നമ്മൾ. അവർ പറയുമ്പോൾ മാത്രം വില, വിദ്യാർത്ഥികൾ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ മാത്രം വില എന്നുള്ളത് ശരിയല്ല. ആവശ്യത അനുഭവിക്കുന്ന ആരും, അരികുവൽക്കരിക്കപ്പെട്ട ആര് പറയുന്നതും നമ്മൾ കേൾക്കണം. രാഷ്ട്രം മഹാഭൂരിപക്ഷം കൊണ്ട് ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്നവർ, കലാപകാരികളെയും ഭീകരവാദികളെയും കൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ അല്ല നമ്മൾ ആദരിക്കേണ്ടത്. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അവർക്കാണ് ആദരം കൊടുക്കേണ്ടത്. ഈ വിമർശനം പറയാനൊക്കെ എളുപ്പമാണെന്ന്. അവനവൻ്റെ കടമ എന്ന് പറയുന്ന ഉത്തരവാദിത്വം, അതും ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. അത് നിർവഹിക്കുന്ന ആൾക്കാരെയും കൂടെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നിശബ്ദരായിരുന്നുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് എത്രയോ വീട്ടമ്മമാരങ്ങനുണ്ട്, പാവപ്പെട്ടവർ എത്ര പേരുണ്ട് അനുഭവിക്കുന്നുണ്ട് ഇല്ലേ സമൂഹത്തിൽ? അവരുടെ ശബ്ദം കേൾക്കണമെന്നിടത്താണ് ഗവൺമെൻറ്റിൻ്റെ വിജയം. അല്ല അവിടെ കൊണ്ടുപോയി കുറേ പൊതുമുതൽ നശിപ്പിച്ച് അതുകൊണ്ട് അവൻ പറയുന്നത് കേട്ടാണ്. അത് കീഴടങ്ങാണ്. അതല്ല അങ്ങനെ ഞങ്ങൾ സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ലോബിയിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ സാമൂഹിക നീതിയല്ല ലക്ഷ്യം. കുറച്ച് പത്രങ്ങളുണ്ട്, മാതൃഭൂമി മനോരമ, ഇവർക്ക് വേണ്ടി ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും അങ്ങോട്ട് സമ്മർദ്ദ ഗ്രൂപ്പാവും, പേടിപ്പിച്ച് കളയും, വിറപ്പിച്ച് കളയും. ഇതാണ് ഇവരുടെ രീതി. അപ്പോൾ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള സംഭാവന. അപ്പോൾ നീതിവൽക്കരിക്കപ്പെട്ട ഒന്നായിട്ട് ഇതുവരെയുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് CJPയെ എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് ലോക് സംഘർഷ സമിതിയുടെ സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെയോ അല്ലെങ്കിൽ അണ്ണാ ഹസാരെ അവിടെ നടത്തിയ അഴിമതിക്കെതിരായ വിപ്ലവത്തിൻ്റെയോ ആദർശമോ പരിശുദ്ധിയോ ഒന്നുമില്ല. കളങ്കിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ തിരസ്കരിക്കുമെന്നുള്ള കാര്യത്തിലും അല്ലെങ്കിൽ നാളെ എനിക്ക് സംശയമില്ല. അപ്പോൾ എന്തായാലും അതുകൊണ്ട് തന്നെ BJP വലിയ ജനകീയ അടിത്തറയുള്ള BJPക്ക് അതൊരു ഭീഷണി അല്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളാണ്. ജനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പാർട്ടിക്കും ജനങ്ങളുടെ പിന്തുണയ്ക്കും അടിത്തറയ്ക്കും ഒന്നും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല BJPക്ക്. അതുകൊണ്ടല്ല ഗുജറാത്തിൽ അവർ നിന്നല്ലോ, പിടിച്ചു നിന്നല്ലോ ഇത്രയൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടും. ബാങ്കൂറിൽ തോറ്റുപോയി അവിടെ 30% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥാനാർത്ഥി അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുമ്പോൾ പോലെ മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള പ്രവൃത്തിയല്ല. തന്നെയുമല്ല അവിടെ നിതിൻ നബിനെ പോലൊരു സ്വാധീനം ഈ പുതിയ സ്ഥാനാർത്ഥിക്ക്, നിർമ്മൽ ചാറ്റർജി അല്ലേ, അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരു സ്വാധീനം ഇല്ലാത്ത വ്യക്തി വരുമ്പോൾ തീർച്ചയായിട്ടും വോട്ടുകൾ കുറയും. അത് സംഭവിച്ചു. പിന്നെ മറ്റൊരു കാര്യം, പ്രശാന്ത് കിരൺ അത്രയൊന്നും തലക്കനം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും കൂടെ മുഴുവൻ 80% സീറ്റുകളിലും കെട്ടിവെച്ച തുക നഷ്ടപ്പെട്ടു പോയി. ഇവിടെ വന്ന് ജയിക്കാൻ കാര്യം പണം ഇഷ്ടം പോലെ ഉണ്ടെന്നേ അദ്ദേഹത്തിന്. ഞാൻ വോട്ട് ചോരിയൊന്നും പറയല്ല, പണം ഇഷ്ടം പോലെ കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റും. അവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു BJP വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വലിയൊരു ആവേശം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല. ഒരു സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് അദ്ദേഹത്തിനെ അങ്ങ് മാറ്റി. തന്നെയുമല്ല നികേഷ് കുമാർ പോയത് ഒരു വലിയൊരു ആഘാതമായിട്ടുണ്ട് അവിടുത്തെ ആളുകൾക്കിടയിൽ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും JDU പോലും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു ജനപ്രിയനായിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ്.
നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലും. പക്ഷേ ഈ മണ്ഡലം ബി ജെ പിയുടെ ഉരുക്ക് കോട്ടയാണ്. 95 മുതൽ ഇങ്ങോട്ട് നിതിൻ നബീൻ്റെ അച്ഛൻ മുതൽ ഇങ്ങോട്ട് പരാജയപ്പെടാത്ത ഒരു ഉരുക്ക് കോട്ടയായിരുന്നു. പക്ഷേ അതിനേക്കാൾ ബി ജെ പി ഇപ്പോൾ മധ്യപ്രദേശിലെ ലോസ്റ്റിനെയാണ്, മധ്യപ്രദേശിലുണ്ടായ പരാജയത്തെയാണ് വലിയ ഗൗരവമായി കാണുന്നത്. കോൺഗ്രസ് സീറ്റ് നിലനിർത്തുകയാണ്, കോൺഗ്രസ് സീറ്റ് നിലനിർത്തുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ആ സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെട്ടത് 6000 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ആഞ്ഞൊന്ന് പിടിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷെ അത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സമകാലിക CJP രാഷ്ട്രീയമായിട്ടൊന്നും അതിനകത്തൊരു ബന്ധമുണ്ട്. അത്ര വലിയ ബന്ധം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലരൊക്കെ വിചാരിക്കാറുണ്ട് ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും വിഷമെന്ന് പറയുന്ന പോലെ ചിലർ പ്രത്യക്ഷപ്പെട്ടിട്ടോന്നല്ലാതെ ഇതത്ര വലിയൊരു അടിയുറച്ച പ്രസ്ഥാനമാണ്, ഒരു മാസ് ബേസ്ഡ് പ്രസ്ഥാനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം കുറേ പേര് പറയുന്നത് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി കുറേ പേര് ഇപ്പം വിസ്മയയുടെ സിനിമയുണ്ട്. അപ്പോൾ വിസ്മയ ഹിന്ദുക്കളെ 10 പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് കൂടുതൽ കാണും, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലും മലപ്പുറത്തും ഒക്കെ എന്നുള്ളൊരു വിചാരം കൊണ്ട് അതിന് കൂടുതൽ വ്യൂവർഷിപ്പ് കെട്ടി അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് ആ പാവം. അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങൾ ശരിക്കും പഠിക്കാതെയാണ് ഇവർ സമരം നടത്തിയത്, മനസ്സിലാക്കാതെയാണ്. അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് രഞ്ജിനി ഹരിദാസോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഉപരിപ്ലവമായിട്ടുള്ള അറിവ് മാത്രം വെച്ചുകൊണ്ട് പറയുന്നു. നിറകൂടം തുളുമ്പുകയില്ല. അതുകൊണ്ടാണ് മോഹൻലാൽ ഒന്നും പറയാതിരുന്നത്. എന്തായാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്.